ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറലായ ദുബായ് കുനാഫ ചോക്ലേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടുണ്ടല്ലോ ഈ എടുത്തിരിക്കുന്നത് കുനാഫിൻ്റെ ഡവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്തയുടെ മിക്സും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 ഡ്രോപ്സ് പിസ്ത മിക്സും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ പിസ്ത മിക്സും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം അത് മാറ്റി വെച്ച് ഇനി സ്റ്റൗവിലേക്ക് ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുനാഫയുടെ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ചെറു തീയിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റാണ്. ഇത് 250 ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് എടുത്തത് ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം ഇത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തു, മാറ്റിവെച്ചു. ഇനിയൊരു ചോക്ലേറ്റ് മോൾഡ് ഒഴിച്ച് അതിലേക്കാണ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ വശവും ചോക്ലേറ്റ് ആകാൻ വേണ്ടി തിരിച്ചും മറിച്ചും ചോക്ലേറ്റ് ആക്കിയെടുത്ത് നല്ല കട്ടിയിലാകാനായിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്ത് എല്ലാം വശവും റെഡിയാക്കിയെടുത്തു. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫെറോറോ റോഷറിൻ്റെ ടിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു കുറച്ച് ചോക്ലേറ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി ആദ്യം ഉണ്ടാക്കിയ വലിയ ചോക്ലേറ്റിലേക്ക് കുനാഫ ഡവാണ് കുറേശ്ശായിട്ടിട്ട് എല്ലാ ഭാഗവും ചെല്ലത്ത വിധത്തിൽ നന്നായിട്ട് നിരത്തി കൊടുത്തു. കണ്ടോ, പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോക്ലേറ്റ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗവും നന്നാക്കി കറക്റ്റാക്കി എടുത്തു. ബാക്കി വന്ന ചോക്ലേറ്റ് ചെറിയ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫെറോറോ റോഷറിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചില്ലേ, അതിലേക്കും കൂടെ ഒഴിച്ച് പിന്നെ 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തതാണ് ഈ ചോക്ലേറ്റ്. കണ്ടോ, നല്ല അടിപൊളി സൂപ്പർ ചോക്ലേറ്റുകൾ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ചെറിയ ചോക്ലേറ്റ് ഒന്നെടുത്ത് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റുള്ള ചോക്ലേറ്റ്, വൈറലായ ദുബായ് കുനാഫ ചോക്ലേറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഈ റെസിപ്പി? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വലിയ ചോക്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.